ഹലോ ഗായ്സ്, വെൽക്കം ടു ഗെയിം ടൈം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡൂഡ് ഓഫ് സ്റ്റെയറിൻ്റെ പാർട്ട് 4 3 എന്താണ് ഗൈസ് കളിക്കാൻ പോകുന്നത് ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ പതിവ് പോലെ എണീറ്റിട്ട് നമ്മളിവിടെ വീഡിയോ ഫ്രണ്ടിൽ വന്ന് കാർ എടുക്കാം. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, ആരും മറക്കില്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ 3000 rupees അത് കളക്ട് ചെയ്യാണ്ട് അപ്പോൾ ഗൈസ് ലെറ്റ്സ് സ്റ്റാർട്ട്. തുടക്കത്തിൽ മറിക്കാനായിട്ട് കുറേ വന്നിട്ടുണ്ട് വന്നു. പിന്നെ പേടിക്കേണ്ട ആവശ്യം നമ്മൾ വണ്ടി ഓടിക്കും. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ ടാങ്കില്ലേ, ടാങ്ക്, ആർമി ടാങ്ക്, അത് നമുക്ക് മേടിക്കാതെ തന്നെ ഏത് ഡെസേർട്ടിൻ്റെ അപ്പുറത്ത് വേറൊരു ഡെസേർട്ട് പോലത്തെ വേറൊരു കുഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോലീസിൻ്റെ ഏതൊരു വലിയ സ്ഥലമാണ്, എന്തോ ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ, എന്തോ പോലീസിൻ്റെ പോലീസ് ഏകദേശം ആർമിയുടെ സ്ഥലമാണെന്ന്. അവിടെ ടാങ്കും പിന്നെ വേറെ ഒരു നമ്മുടെ ഹെലികോപ്റ്റർ, പോലീസ് ഹെലികോപ്റ്റർ അല്ല, വേറെ ആർമിയുടെ വേറെ കളറിലെ ഹെലികോപ്റ്റർ, അത് കുറച്ചും കൂടി വലുതാണ്. പിന്നെ എന്തോ വേറെ വെറൈറ്റി വണ്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് എല്ലാവരും കമൻറ്റിൽ. അപ്പം നമ്മൾ ഇന്നൊരു ട്രൈ ചെയ്ത് നോക്കും ഗൈസ്. നമ്മളൊന്നായി അതിന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ഈ 3000 rupees കളക്ട് ചെയ്യുന്നതിന് കൂടെ അതും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഗൈസ്. നമുക്ക് ഫസ്റ്റ് കൈകളുടെ അടുത്തൊന്ന് പോയി നോക്കിയല്ലോ. നിങ്ങൾ കണ്ടല്ലേ കഴിഞ്ഞ ദിവസം എന്തോ ബാറ്ററി മേടിക്കാനാണ് ഉണ്ടാക്കാനാണ് കണ്ടതിന് അത്രയും പൈസ $3000. ഗായ്സ് നമുക്ക് അവൻ എന്തോ പറഞ്ഞ $3000 കിട്ടുന്നെങ്കിൽ എന്തോ ബാറ്ററി മേടിച്ച് ഹാക്ക് ചെയ്തിട്ട് എന്തിനാണ് ഗൈസ്, അവൻ പൈസ എല്ലാം കിട്ടുമോ ചെറുക്ക എന്തിനാണ് ഗൈസ്. സൂക്ഷിക്കണം ഗൈസ്. ഇനി നമ്മൾ പോലീസുകാരും വല്ലതാണോ അവനിനി പറയാൻ പറ്റത്തില്ല, അതാണ് ഗൈസ്. നമ്മൾ വേറെ കാർ എടുത്തിട്ടുണ്ട്, പച്ചക്കാർ. നമ്മുടെ ടെമ്പോ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. ഈ കടയിലൊക്കെ പൈസ ഉണ്ട് ഗൈസ്, അറിയാമല്ലോ. ഈ കടയിൽ പൈസ ഉണ്ട്. മറ്റേ ബനാന ഷോപ്പിൽ, ഡൂഡ് മാർട്ടിൽ പൈസ ഉണ്ട്. ഇപ്പോൾ കണ്ട ബനാന ഷോപ്പിൽ പൈസ ഉണ്ട്. പിന്നെ മറ്റേ ടൗൺ ഹാളില്ല, അവിടെ പൈസ ഉണ്ട്. പിന്നെ ടൗൺ ഹാളിൻ്റെ അപ്പുറത്ത് കുറേ അമ്മായി മറ്റേ ഇതാ ടൗൺ, ഇതിൻ്റെ അപ്പുറത്ത് ഡാൻസ് കളിക്കുന്നില്ല അവിടെ, ഇതാണ് ടൗൺ ഹാൾ. കണ്ടോ ഗൈസ്, ഇവിടെ. പിന്നെ അപ്പുറത്തെ വീട്ടിൽ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, നോക്കിയിട്ടില്ല. ഗായ്സ്, നമുക്ക് കൈകളുടെ അടുത്ത് പോകാതെ ഞാൻ ഗെയിം സേവ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി പോയിനി. എങ്ങനെ ആ മിഷൻ ക്യാൻസലായി പോയാലോ. ഇത് തണ്ണിവത്ത ഈ മത്തങ്ങ കഴിക്കാൻ പൈസ കൊടുക്കണം. എന്ത് കഴിക്കണമെങ്കിലും മേടിക്കണമെങ്കിലും പൈസ കൊടുക്കണം. പൈസ ഉണ്ട്, 500 രൂപ. എന്തിനാണോ ആവോ. പിന്നെ നമ്മളിവിടെ എന്തോ ഇവിടെ കുറേ സാധനമൊക്കെ ഉണ്ട്. മത്തങ്ങ, ഈ കേക്ക് എടുക്കാൻ പറ്റിയിരുന്നു. ഈ കേക്ക് ആ കേക്കല്ലേ, ആ കേക്കല്ലേ. ഇക്കറൊന്നും എടുക്കാൻ പറ്റത്തില്ല അതിനകത്ത് കോസ്റ്റ്. അപ്പം ഗൈസ്, നമുക്ക് ഈ കൈകളുടെ അടുത്ത് പോയി ഒന്നും കൂടി ചോദിച്ചു നോക്കാം. ഇനി നമുക്ക് എന്തുവാ അവൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ എടുക്കണില്ലേ. എന്തോ പറ്റി, പക്ഷെ എന്ത് പറ്റി, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പറ്റി ഗൈസ്, ഇതെന്താ എന്തോ നോട്ട് ഉണ്ടോ ഗൈസ്. ആ നോട്ട് ഇങ്ങനെ വായിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഗൈസ്, നമുക്കല്ലാതെ തന്നെ അറിയാമല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ പേര് പോലീസ് കുഴപ്പമില്ല. പോലീസ് മാമൻ വരുന്നുണ്ട്, പുറകെ വരുന്നുണ്ട്, ഫ്രണ്ടേ ഇല്ല.
സൈഡിൻ്റെ വീട്ടിലോട്ട് നേരെ വിട്ടു ലെഫ്റ്റ്. ഇവനൊക്കെ എടുത്തോണ്ട് പോകും. അത് തന്നെ ഒന്നും മാറിയിട്ടില്ല. കണ്ടല്ലോ അത് ബിൽഡിങ്സ് ബ്ലിക്ക് ബോ എന്തൊക്കെയോ. അപ്പോൾ നമുക്ക് ഡെസേർട്ടിലോട്ടൊന്ന് പോയി നോക്കിയായിരുന്നു. വണ്ടി കിട്ടി. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റിലെ ഡെസേർട്ടിൽ പോകുന്നൊരു ടാക്സി ഓടിക്കാമല്ലോ. ടാക്സി കുറച്ച് പൈസ കിട്ടും. എത്ര രൂപ കിട്ടുമായിരിക്കും? ഒരു 10, 20, 30 എടുക്കാൻ പോലും. ഡബ്ബർ. നമ്മുടെ ഫോണിലെ മറ്റേ കാറൊക്കെ മേടിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഡബ്ബർ സാധനത്തിൻ്റെ പേര് തന്നെയാണ്. ഡബ്ബറിൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്, കടയുണ്ട്. ഉണ്ട് ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ പോലെ. ഫ്ലിപ്കാർട്ട് ആമസോൺ ഉണ്ടെങ്കിൽ വേറെ ഹൗസ് ഉണ്ട്. ഇത് പക്ഷെ കടയാണ്. നമുക്ക് ഇവനെ ഒന്ന് കേട്ടിട്ട് 17 സെക്കൻഡ്. എവിടെ? ഇത് ഗുദാമിലാണോ? എവിടെയാണോ ലൊക്കേഷൻ? തോറ്റില്ല. ഗുദാമിലൊന്നും അല്ല, അടുത്തായിരുന്നു. നമ്മളൊന്ന് റൗണ്ട് ചെയ്തൊന്ന് വന്നാൽ മതി. ഇവിടെ ഒരു നമ്മുടെ നൈബറാണ്. നമ്മുടെ നൈബറിന് നമ്മൾ ഇറക്കാൻ നിൽക്കില്ല. നമ്മൾ എത്ര വേണം നമ്മുടെ നൈബറെ ഇറക്കണം. മോശമാണ് ഗൈസ് നമ്മുടെ നൈബർ. എവിടെ? പറ്റത്തില്ല. പക്ഷെ എന്ത് കഷ്ടമാണല്ലേ. ഇവിടെ വേണം ഗൈസ്, അങ്ങനെ തന്നെ വേണം. ചുമ്മാതെ പോലും പോകണം. നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് 5 സ്റ്റാർ ആക്കാം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായി ആ സ്ഥലത്ത് കയറിയാൽ തന്നെ പോലീസ് പിടിക്കുമെന്ന്. മറ്റേ സ്ഥലമില്ലേ നിങ്ങൾ പറഞ്ഞു? ആ സ്ഥലം ആർമി ഹെഡ്ക്വാർട്ടർ. അത് ആ സംഭവത്തിൽ എനിക്കറിയാൻ പാടില്ല. നമ്മൾ ഒരു വട്ടം കയറിയിട്ടുണ്ടെന്നാണ് ഗൈസ് അവിടെ. എനിക്ക് തോന്നുന്നു നമ്മൾ കയറിയിട്ടുണ്ടെന്നാണ്. അല്ലേ ഗൈസ്? ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഡ്രിഫ്റ്റ് മോഡ് കേട്ടോ ഗൈസ്. ഡ്രിഫ്റ്റ് മോഡ് എന്തെങ്കിലുമൊക്കെ കിട്ടും വല്ലപ്പോഴൊക്കെ. ഡ്രിഫ്റ്റ് അടിക്കുമ്പോൾ അതിൻ്റെ അകത്തൊന്നും കൂടെ എല്ലാവർക്കും കിട്ടുന്നു. ഡ്രിഫ്റ്റ് മോഡ് ഇട്ട് നമ്മൾ കാർ ഓടിച്ചാലേ നമുക്ക് ഡ്രിഫ്റ്റ് അടിക്കുമ്പോഴൊക്കെ പൈസ കിട്ടും. വെറുതെ അങ്ങനെ കിട്ടുന്നതൊക്കെ വെറുതെ കിട്ടുന്നത് കിട്ടുന്നു. ഇഷ്ടമുണ്ടോ? 1 രൂപ കിട്ടും. 100 കഴിഞ്ഞാൽ 2 രൂപ അങ്ങനെ കണ്ടോ? 100 വരെ 1 രൂപ അങ്ങനെ. ചുമ്മാ ഡ്രിഫ്റ്റ് പോയിട്ടൊന്ന് കാർ ഓടിച്ചാൽ മതി. ആ പൈസ കിട്ടുന്ന കിട്ടിട്ടെ. നമുക്ക് ആ പൈസ കൂടി കിട്ടും. അപ്പോൾ നമുക്ക് ചുമ്മാ പൈസ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇതും കൂടി ഇട്ട് ഓടിച്ചാൽ കുറച്ച് പൈസ കൂടി കിട്ടും. ഉണ്ടാവും. എനിക്ക് 1 രൂപ കിട്ടും. ഇപ്പോൾ 2 രൂപ, 3 രൂപ, 4 രൂപ. നമ്മളിപ്പോൾ റെക്കോർഡൊക്കെ എടുത്തു. പോടാ സ്റ്റഡ് മാസ്റ്ററാണ്. കാറുണ്ട്. പറന്നടിച്ച് പോയി. പണിയാളി. ഹെലികോപ്റ്റർ എടുക്കാൻ കാറിൻ്റെ വീലൊക്കെ എപ്പോഴും പോയി കാണും. ഇപ്പോൾ ഹെലികോപ്റ്റർ അറിയാണ്ടിരുന്നാൽ മതി. വേറെ സീനൊന്നുമില്ല. ഹെലികോപ്റ്റർ നമ്മൾ കയറുമ്പോൾ തന്നെ കറങ്ങിക്കോളും. ടോക്ക് കൈകൾ അതിപ്പോൾ സംസാരിച്ചല്ലേ ഉള്ളൂ. ഐസെറ്റിയുടെ അടുത്ത ടോക്ക് ചെയ്താൽ മതി. എന്താണ് മണ്ടയ്ക്കൊക്കെ ജനൽ കൊണ്ട് വെച്ചിരുന്നു. ജനലല്ല ലൈറ്റ്. മണ്ടയ്ക്ക് ജനൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല.
ഇല്ലല്ലോ. നമുക്ക് അവിടെ പോയി നോക്കാം. ഹെലികോപ്റ്റർ എന്തായാലും മിക്കവാറും ക്രാഷാണ് ചാൻസ് ഉണ്ട്. 5 സ്റ്റാർ ആവത്തില്ല അവിടെ ചെല്ലുമ്പോൾ. നമുക്കവിടെ നിന്ന് 5 സ്റ്റാർ കഴിച്ചിട്ടങ്ങ് പോരാ. 5 സ്റ്റാർ മിക്കവാറും നമുക്ക് അവന്മാർ 5 സ്റ്റാർ തരും. പോയി എന്ത് കാര്യത്തിനാണ്. അവന്മാർക്ക് 2 വടയും ചായം കൊടുത്തിട്ട് വന്നല്ലോ. എന്നാ ഇരിക്കും. അവന്മാരുടെ ഹെലികോപ്റ്റർ ഉണ്ട്, ടാങ്ക് ഉണ്ട്, പോലീസുകാർ 10-20 ഉണ്ട് എന്നൊക്കെയാണ് തോന്നുന്നത്. മിസൈൽ ലോഞ്ചർ മേടിക്കണം ഗൈസ്. ഞാൻ മാപ്പിൽ നോക്കിയപ്പോഴേ നമ്മുടെ നോർമൽ ഗൺ ഷോപ്പും ഉണ്ട്, പിന്നെ മറ്റേ ഹൈ ആയിട്ടുള്ള ഭയങ്കര, അതായത് മറ്റേ മെഷീൻ ഗണ്ണ്, റോക്കറ്റ് ലോഞ്ചർ, അങ്ങനത്തെ അതായത് കൂടിയ സാധനമൊക്കെ ഒരു കടയിലും നമ്മുടെ പിസ്റ്റല്, AK-47 അതൊക്കെ വേറൊരു കടയിലും, അങ്ങനെ അതായത് വലുതും ചെറുതുമായിട്ടാണ്. സോംബീസിനെയും കൊല്ലാം. ഇത് തന്നെ, ഇതാണ് സ്ഥലം, ഇത് തന്നെ ഏലിയൻ എന്നൊക്കെ സൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ നമ്മൾ ഈ പൂശിയാക്കുന്നത് വടയും വടയും കൊടുക്കുമോ മറിക്കാം. പറ്റിയാൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കാം. ഹെലികോപ്റ്റർ നൈസ് കേട്ടോ. ഹെലികോപ്റ്ററെ പോലെ താഴെ വീഴും ഗൈസ്. ഇപ്പോൾ ഹെലികോപ്റ്റർ പീശി ഓ ഗൈസ് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്ത്. നമുക്കിനിയേ ഇങ്ങനെ അങ്ങോട്ട് ചാടാം. ഓ ഗൈസ് 777 സേഞ്ചൽ നമ്പർ കണ്ടു കേട്ടോ. നിങ്ങളും കണ്ടു കാണുമല്ലോ. 777 ഗൈസ്. പൈസ കണ്ടോ എന്താണോ ഗൈസ്? ആ കൊള്ളാം അടിച്ചൊക്കെ. ഓ എന്താ പൊന്നെ, പൈപ്പടം ചായം കൊടുക്കാമെന്ന് പറഞ്ഞു ഗെയിമാർക്ക് 5 സ്റ്റാറിൽ നിന്ന് ചായം തന്നെ ഇല്ലാന്ന് തോന്നുന്നു. തൃപ്തിയായി ഗൈസ്, 330 പോടായിരുന്നു. അയ്യോ അറക്കിയല്ലേ അറക്കി ചെയ്യുന്നു പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ പറ്റി അങ്ങനെ തന്നെ വേണം. പോലീസ് സ്റ്റേഷൻ ആലെ കുടിക്ക് കത്തിക്കാൻ തോന്നുന്നു. ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുന്നു പോലീസ് സ്റ്റേഷൻ. അത് ഗ്ലിച്ച് വല്ലതും ആണായിരുന്നു. നോക്കട്ടെ, ഒരു കുഴപ്പമില്ലല്ലോ പോലീസ് സ്റ്റേഷൻ. ഒന്നും ഗ്ലിച്ചായിരുന്നു. അപ്പോഴത്തേക്കും തിരിച്ചു പോകണം. ഓ ഗൈസ് നമുക്ക് കാറിന് വീലില്ലെങ്കിലും, ഓ ഗൈസ് നമ്മുടെ കാറിന് വീലുണ്ടെങ്കിൽ ഡ്രിഫ്റ്റ് ആവും, വീലില്ലെങ്കിൽ നോർമൽ പോലെ. അല്ലല്ല 777,775. അമ്മ എത്ര രൂപ? 2 രൂപ. റിയൽ വല്ലതായിരുന്നെങ്കിൽ 500 രൂപ, 1200 രൂപ, 5000 രൂപയൊക്കെ തെറ്റുന്നു. അവിടെ ആരാ നിൽക്കുന്നു? വീലില്ലാത്ത ടാക്സിയാ, കംപ്ലൈൻറ്റാ. ഇന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വർക്ക്ഷോപ്പില്ലേ, അവിടെ ചെന്ന് വീലൊക്കെ ഭയങ്കര വലുതാക്കാം, ഇഷ്ടമുള്ള പോലെയൊക്കെ വണ്ടി മോഡിഫൈ ചെയ്യണം. പിന്നെ കളറ് നമുക്ക് ഇതിനകത്തുള്ള കളറൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതൊന്ന് പക്ഷേ മോഡിഫൈ ചെയ്യണം. അതെന്തായാലും നമ്മൾ ചെയ്ത് നോക്കും ഗൈസ്. ഇത് പറ്റിയില്ലെങ്കിൽ അടുത്തതിൽ ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മളിനി പൈസ കളക്ട് ചെയ്യണം. നമ്മൾ കുറേ നാളെ പൈസ കളക്ട് ചെയ്യുമെന്നും പറഞ്ഞ് നടക്കുവാണ്. നമ്മൾ കളക്ട് ചെയ്യും പക്ഷെ എന്തായാലും നമ്മൾ കളക്ട് ചെയ്യും. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോ ഇതൊക്കെ വൈകി നോക്കുന്നുള്ളൂ. സോംബി, ഈ ആർമി അതൊക്കെ ചുമ്മാ ഈ സ്ഥലം ഇല്ല ഗൈസ്. അത് സൈഡിലൊക്കെ നമുക്ക് വേണ്ടേ സെല്ല് ചെയ്ത് എത്ര രൂപ നോക്കാം, അല്ലെങ്കിൽ വേണ്ടല്ലോ. ഓ എൻ്റെ മോനെ, നമുക്ക്
ഈ അല്ല നമുക്ക് വെളിയിറങ്ങി നമ്മുടെ ഫോട്ടോ കാണിക്കത്തില്ലേ താഴെ, അവിടെ നിൽക്കുക. ഇങ്ങനെ റിച്ചിയുടെ ഫോട്ടോയും വരും, പിന്നെ വേറെ ഒരുത്തൻ്റെ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ കാണിക്കത്തില്ല. ഫസ്റ്റ് ഇങ്ങനെ ഗെയിം ലോഡ് ചെയ്യുന്ന അവിടെ ചാടാ നമ്പർ ഒരുത്തൻ്റെ പേര് ചാടും. റിച്ചിയുണ്ട്. എനിക്ക് നമ്മൾ റിച്ചിയുടെ മിഷൻ കളിച്ചാൽ നമ്മൾ റിച്ചി അൺലോക്ക് ആയിട്ട് റിച്ചി ആവാൻ പറ്റും. എനിക്ക് നമ്മൾ അവിടെ സ്വിച്ച് മാറുമ്പോൾ സ്വിച്ച് ചെയ്യുമ്പോൾ റിച്ചിയിലാക്കുമ്പോൾ റിച്ചി ആവും, ജാക്കിലാക്കുമ്പോൾ ജാക്കാവും. ചാട് കമ്മിങ് സൂടാണ്. ഇനി വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമുക്കിപ്പോൾ ഞാൻ റിച്ച് അൺലോക്ക് അത് കഴിഞ്ഞ് ചാട് അവിടെ കണ്ട ക്രെയിനുള്ള സ്ഥലം, അവിടെ കയറി പോകണ്ട. മറ്റേ 77 2 രൂപ തിരിച്ചിട്ട് കണ്ട കൈസ്, നമ്മൾ ചാടിയിട്ടാണെങ്കിൽ 2 രൂപ തിരിച്ചിട്ട്. ഈ മഞ്ഞ കാർ കണ്ട, അത് കൊള്ളാം. അതിന് വേറെ കളർ ഉണ്ടോന്ന് അറിയത്തില്ല. പ്ലെയിൻ ഉണ്ട്, പ്ലെയിൻ കൊള്ളാം. നമ്മളാ ഫോണിൻ്റെ ടൂണിട്ട് ഞാൻ ചുമ്മാ ഇട്ടാണ് കേസ്. നമ്മൾ ഫോൺ പിടിച്ചോണ്ടിരിക്കുവല്ലേ, കിടക്കട്ടെ ഒരു ടൂൺ ഒരാള് നിങ്ങൾ കേട്ടില്ല കേസ്, തുടുതു അതിനാ ചുമ്മാ ഇട്ട. ആരും വിളിക്കുന്നെന്ന് തോന്നട്ടെ കേസ്. അപ്പോഴത്തേക്കും ഗൈസ് നമ്മുടെ ഈ വണ്ടിക്ക് എത്ര രൂപയാണ്? പച്ച വണ്ടിക്ക് എത്ര രൂപ? ബുഗാട്ടി സിറോണുണ്ട്, ജംബോർഗിനിയാണ്, പേരൊക്കെ വേറെയാണ്. BMW ആണോ? ഫോർമുല അതുപോലെ തന്നെ. ഓക്കെ, കസേര വണ്ടി എടുക്കാം. കസേര വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, എടുത്തിട്ടുണ്ട്. ഉറപ്പിച്ച് വിടാൻ പോകുന്ന നൈട്രോ നമ്മളിന്ന് തീർത്തിരിക്കും. നൈട്രോ അവിടെ ചെന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നൈട്രോയെ ചിലപ്പോൾ പറ്റുമായിരിക്കും. അയ്യോ, കടലിൽ പോയി. പറന്ന് എന്താണ് സ്വിച്ചായില്ല. വണ്ടി എവിടെ വേണേലും കയറി പോകണ്ട. വിട്ടോളാ എടുത്തോളാ. ഇല്ലെങ്കിൽ കടലിൽ നിന്ന് വല്ലതൊക്കെ വന്നാലും സാധനം ജീവി വരുമെന്ന് പറയാൻ പറ്റില്ല. ഇതെന്താണ്? ആംബുലൻസ്. മണി ബാങ്കിൽ നിന്നുള്ള വണ്ടിയാണ് കഴിച്ചത്. നമുക്കിത് ഫോളോ ചെയ്ത് പോയാൽ വല്ല പൈസയും കിട്ടുമോ? ഇല്ലെന്ന് തോന്നി. പക്ഷെ അത് തുറക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നൈട്രോ തീർന്നു കഴിച്ചു. നൈട്രോജൻ തീർന്നു. മറിഞ്ഞു അവിടെ ഒരു വെളിച്ചം, വയലറ്റ് വെളിച്ചം. വണ്ടിയുടെ ആണോ? എന്തോ ഒരു പാമ്പ് പോലെ പോകും. എന്ത് പറയുന്നത്? പൈസ ഇനി എവിടെ ഇല്ല. നമ്മൾ റീസ്റ്റാർട്ട് ഒന്നും കൂടി ചെയ്താൽ പൈസ തരും. എവറസ്റ്റ് കിടക്കുന്നുണ്ടോ? പിന്നെ വേറൊരു സംഭവം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറന്നു പോയത്.
എന്താ ഇപ്പോൾ ഓർമ്മ വന്നത് നമുക്ക് രണ്ടാമന്മാരെ ചുണ്ടയിൽ കണക്കത്തെ ഒരു സാധനം ഇവിടെ ഒന്നുമില്ലേ, അതിൻ്റെ അടിയിൽ കൂടെ ഒരു വണ്ടി ആ സൈഡിൽ തന്നെ കിടപ്പുണ്ടെന്നാണ് മലയുടെ. നമ്മളൊന്നും കണ്ടില്ല ഗൈസ്, നമുക്കതൊന്നും നോക്കണം. ഇതേത് വണ്ടി? മറ്റേ വണ്ടി, ആ വണ്ടിയുടെ വയലറ്റ്. നമ്മൾ മസ്താങ് കണ്ടില്ലേ, അതിൻ്റെ വേറെ ടൈപ്പ്. മസ്താങ് അല്ല, വേറെ ഏതോ വണ്ടിയാണ്. വെറുതെ കിടക്കട്ടെ. അതെങ്കിൽ കണ്ട ഈ ചുണ്ടയിലൊരു സ്ഥലം, അവിടെ ചെന്നാൽ നമുക്ക് എന്തോ ഒരു കോഡ് വല്ലതും കിട്ടുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ കോഡ് ഇട്ടാൽ നമുക്ക് ചെറുതാവാനെന്നാണ് പറഞ്ഞത്. നിങ്ങളാ കോഡ് പറഞ്ഞിട്ടുണ്ടായി, എന്താ മറന്നുപോയി. എന്നാലും നമ്മൾ കോഡ് അടിക്കുന്നില്ല, നമുക്ക് കോഡ് അടിക്കേണ്ട കേസ് അല്ലാതെ നമുക്ക് പോകാം. ഇതെന്താണ് കസ്തികൂടം? ഓ, ഇത് ഇവര് മനഃപൂർവ്വം വിളിച്ചാക്കിയതാണെന്ന് തോന്നുന്നു. കസ്തികൂടം കിടക്കുന്നു. ഇത് ഉള്ളിക്കേക്കടൊക്കെ എങ്ങനെ പോകാനാണ്? ആ പെട്ടുപോയി. ആ ഇല്ല കേസ്. നമ്മളെ വണ്ടി എവിടെ? ആ കേസ്, നമ്മുടെ വണ്ടി പോകാൻ കിട്ടാക്കില്ല കേസ്. നമ്മുടെ വണ്ടി പോച്ചേ, വണ്ടി പോയേ. 300 രൂപ വെറുതെ കൊണ്ട് വിളിച്ചടിപ്പിച്ച് കാണും. കണ്ട ക്യാമറ മാറ്റിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആങ്കളും വന്ന ഓഗസ്റ്റ് വന്ന് കണ്ട പോടാന്ന് ചൂണ്ടയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നൈട്രോ ഇല്ലെങ്കിൽ കിടന്നുകൊണ്ട് പോകാം, സുഖമില്ല. സ്ഥലം എവിടെയാണ്? നിങ്ങൾ മറ്റേ സ്ഥലം കണ്ടിട്ടുണ്ടോ? നമ്മുടെ സൗത്ത് പോളെന്ന് പറഞ്ഞ എന്തോ ഒരു ക്രിസ്മസ് സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്മസ് എഡിഷന് വല്ലതും വന്നതാണോന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു സ്ഥലമുണ്ട് ഗൈസ്, നോർത്ത് പോൾ. ആ നോർത്ത് പോളിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ എന്തോ എല്ലാവരും പറഞ്ഞു അവിടെ ക്രിസ്മസ് അപ്പൂപ്പയുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. നമുക്ക് നോക്കാം ഗൈസ്, സാന്റാക്ലോസ് ഉണ്ടോ ഇല്ലയോ. ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഗൈസ്. സാന്റാക്ലോസുമായിട്ട് ഫോട്ടോ എടുക്കാം ഗൈസ്. നമുക്ക് സാന്റാക്ലോസുമായിട്ട് ഫോട്ടോ എടുക്കാം, നൈസായിരിക്കും. നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനൊരു സംഭവം കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇനി അറിയത്തില്ല, നമ്മൾ ഈ ഗെയിമിലെല്ലാം സംഭവം ഫോണിലൊക്കെ ഇനി ഒരുപാട് ആപ്പൊക്കെ ഉണ്ട്, അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അറിയില്ല ഗെയിം, ഈ ഗെയിം പൊളിയായിരിക്കും. പിന്നെ ഫസ്റ്റ് കളിക്കുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ലാഗായിട്ട് വന്നു. പിന്നെ ഒരു മിനിറ്റ് കഴിയുമ്പോൾ അതെല്ലാം പോകും ഗൈസ്. നമ്മൾ എന്നെ അങ്ങനെ അറസ്റ്റ് ചെയ്താൽ 2 രൂപ പോലും കിട്ടത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ഒരു ഐഡിയ, നമുക്ക് പൈസ ഇങ്ങനെ നമ്മൾ ബാറ്റിൻ്റെ ഈ ഓപ്ഷൻ കണ്ട, നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ കണ്ട ഗൈസ്, അവിടെ നമുക്ക് മാറ്റി നമുക്ക് പൈസയും കിട്ടും. ഇതിന് വീട്ടിൽ കൊണ്ട് പൈസ മുഴുവൻ ഡ്രോപ്പ് ചെയ്തിട്ടെ 0 ആക്കിയിട്ട് പോലീസിനെ പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ. അതാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകുമെന്ന് അറിയത്തില്ല. ഈ വണ്ടിയുടെ പർപ്പിളാണ് അവിടെ കിടന്നെന്ന് തോന്നുന്നു. ഡബിൾ സ്റ്റാർ ക്രോസിംഗിന് മണ്ണ്. ഇവിടെ ഇങ്ങനെ സ്കൂട്ടർക്ക് നാരങ്ങാവെള്ളത്തിൻ്റെ കടയാണിത്. നാരങ്ങയും കൊണ്ടാണ് നമ്മൾ പോയത്. വെള്ളം കൊണ്ട് ബക്കറ്റ് കണ്ട സൈഡിൽ ഫയർഫോഴ്സ് വന്ന് എൻ്റെ മോന് റോക്കറ്റ്. ഈ സ്ഥലത്തിൽ നമുക്കൊരു വണ്ടി എടുത്താലോ? ഏലിയൻ $10. ഈ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ഓടിച്ചോണ്ട് എനിക്കിത് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എവിടെയാണ് ഇവിടെ അവിടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു സൗത്ത് പോളിൽ പോകാനുള്ള. എന്തോ ഒരു ടൂണൊക്കെ ഉണ്ട്, ജിങ്കിൾ ബെൽസ്, ആ ടൂണൊക്കെ ഉണ്ട്. അതിൻ്റെ
നമ്മൾ അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചത്. ഇനി അത് വല്ല മോഡും എല്ലാം കയറ്റിയിട്ടിരിക്കുകയാണോ എന്ന് അറിയത്തില്ല. നമ്മൾക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നോക്കാം. ഈ ചില്ല് പൊട്ടി ഇങ്ങനൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. കണ്ട ഈ ട്രെയിനിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കണ്ട ഗൈസ് ആ ട്രെയിൻ, ഈ ട്രെയിൻ നൈസല്ലേ. ഓ 100 rupees അത് കുഴപ്പമില്ല. ഓ ചായയൊക്കെ കുടിച്ച് നാപ്പത്തിമൂന്ന് എത്തിയ സൂപ്പർ സ്ഥലം. ടിക്കറ്റൊക്കെ ചാടിയില്ല പോണം, വേണ്ടെന്ന് തോന്നില്ലേ. നൈസ് സ്ഥലം കൊള്ളാം. നല്ല രസമുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ സ്ഥലം ഈ ഓഗസ്റ്റ് സാന്റാ ക്ലോസ്. ഹലോ എന്ത് കളി, എന്തോ ഗെയിം, എന്തോ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓ ഗിഫ്റ്റ് എറിഞ്ഞ് കൊടുക്കാം. ഓ നമ്മുടെ കയ്യിൽ എത്ര 70 ഇഷ്ടം കണ്ടുള്ളായിരുന്നു. ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ് ചെയ്യില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇവിടെ എത്തിയത്. ഓ നമ്മളിപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു. രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ടൈം ലിമിറ്റ് ഒന്നും ഇല്ല ഗൈസ്. ഗിഫ്റ്റിനൊരിതുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. കഴിഞ്ഞു. അതൊന്നും പറ്റില്ല, ഞങ്ങൾ കഴിച്ചു. 100 more ഗിഫ്റ്റ്. 1000 ഗിഫ്റ്റ് നമ്മൾ ഡെലിവറി ചെയ്താലേ നമുക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കിട്ടും. വല്ലോ വല്ല BMW അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്. ഇത് കൊള്ളാമല്ലേ. ഈ സ്ഥലം കണ്ട നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ആർമി സ്ഥലത്തിൻ്റെ തൊട്ട് പുറകിലാണ്. ഹെലികോപ്റ്ററിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ബോട്ടിൽ പോകേണ്ടി. ബോട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ടേ പോകണ്ടേ. ഫോട്ടോ എടുക്കാം. ഇവിടെ ആണെന്നില്ലല്ലോ, കുറച്ചും കൂടി ഇപ്പുറത്തോട്ട് ഇരിക്കല്ലേ. ഇത് വേണ്ട, തല നോക്കിയിട്ട് വെച്ചിരിക്കാം. ഇതും വേണ്ട, കുറച്ചും കൂടി ഇരിക്കാം. ഇതൊക്കെ ഇവിടെ തലയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഗൈസ് നമ്മൾ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത വീഡിയോ പാർട്ട് എത്രയാണല്ലോ 6 hours ആണോ അത് നെക്സ്റ്റ് ഡേ കാണും. അപ്പോൾ എല്ലാവർക്കും ബൈ.